നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്. പാക് ഓക്കുപ്പൈഡ് കാശ്മീർ പോലെ തന്നെ പാകിസ്ഥാൻ ഏറെ തലവേദന ഉണ്ടാക്കുന്ന ഒരു പ്രദേശമാണ് ബലൂചിസ്ഥാൻ. വളരെ ശരിയാണ്. അത് ഇറാൻ ഇടയ്ക്ക് പാകിസ്ഥാനെ നോട്ടമിട്ട് വെച്ചതും ഈ ഒരു കാരണത്താൽ തന്നെയാണ്. ഇറാനെ പേടിയുണ്ട്. ബലൂചിസ്ഥാൻ കയ്യിൽ നിന്ന് പോയാൽ പാകിസ്ഥാന് ഇറാൻ്റെ ആക്രമണത്തെ തടുക്കാനുള്ള വേറെ ഒരു മാർഗവും ഉണ്ടാകില്ല. പക്ഷേ ബലൂചിസ്ഥാൻ ആകട്ടെ ഈ 13-ന് തങ്ങളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അല്ലേ? ഏറെ ചാവേർ ആക്രമണങ്ങൾ നടത്തി പ്രശസ്തി ആർജിച്ചതാണ് ഈ ബലൂചികൾ. ഇപ്പോഴവിടുത്തെ അവസ്ഥ എന്താണ്? അവർ വീണ്ടും പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണെന്ന് കേൾക്കുന്നു. വളരെ വളരെ രൂക്ഷമാണ്. അതായത് കഴിഞ്ഞ ഒരു 8 ദിവസത്തെ കണക്കുകൾ പുറത്തു വിടുകയാണെങ്കിൽ വലിയ തോതിൽ അവിടെ ആക്രമണങ്ങൾ നടക്കുകയും ഏതാണ്ട് 26 പാക് ഭടന്മാർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ വധിക്കപ്പെടുകയും ബലൂജ് പോരാളികളുടെ കൈകൊണ്ട് വധിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഞാൻ ഇതിനെ ഈ ബലൂജ് പോരാളികൾ എന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. അതിലേക്ക് ഞാൻ വരാം. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ച് ഒന്ന് പറയാം. ഈ ബലൂചിസ്ഥാൻ നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഏതാണ്ട് 2005 മുതൽ അവിടെ പോരാട്ടം നടക്കുകയാണ്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം എന്നാവശ്യപ്പെട്ട് വലിയ ഒരു പ്രക്ഷോഭം. അത് ഈ പറയുന്നത് പോലെ സമാധാനപരമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ട്, ആയുധമെടുത്തുള്ള പോരാട്ടവുമുണ്ട്. ഈ ആയുധമെടുത്തുള്ള പോരാട്ടം ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ബലൂചിസ്ഥാൻ വിമോചന പോരാളികൾ എന്നാണ് അവരറിയപ്പെടുന്നത്. അവർ ഈ 2005 മുതൽ 254 ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഏതാണ്ട് 1100ഓളം പാക് ഉദ്യോഗസ്ഥർ, സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ അതിൽ വധിക്കപ്പെട്ടിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ പൊതുവായൊരിത്. അപ്പോൾ ഇപ്പോൾ ഇവർ ഈ ബലൂചിസ്ഥാൻ വിമോചന പോരാളികൾ ചേർന്ന് കഴിഞ്ഞ ആഗസ്റ്റ് 13-ന് അവിടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും പുതിയ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും പുതിയ പതാക അവർ ഉയർത്തുകയും ചെയ്തു. UN-ലേക്ക് അവർ കത്ത് കൊടുത്തിട്ടുണ്ട്, ഞങ്ങളെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണം എന്ന്. അപ്പോൾ ഈ ബലൂചിസ്ഥാൻ പോരാളികളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട്, ഒതുക്കാൻ വേണ്ടിയിട്ട് പാക് പട്ടാളം അവിടെ വലിയ തോതിൽ വിന്യസിക്കപ്പെട്ടെങ്കിലും അവർക്കവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് 1 ലക്ഷം ഗറില്ല പോരാളികൾ ബലൂചിസ്ഥാൻ്റെ തെരുവുകളെ കീഴടക്കി കഴിഞ്ഞു. ഇപ്പോൾ ആ തെരുവുകളുടെ നിയന്ത്രണം അവരുടെ കയ്യിലാണ്. ഈ തെരുവുകൾ കയ്യിലുണ്ടെങ്കിൽ മാത്രമല്ലേ യാത്ര ചെയ്ത് പോകാൻ പറ്റുള്ളൂ. സൈന്യത്തിന് മൂവ് ചെയ്യണമെങ്കിലും ഒക്കെ സുരക്ഷിതമായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ റോഡ് മാർഗത്തിൽ അതിനുള്ള സൗകര്യങ്ങൾ വേണം. ഇവിടെ ഇപ്പോൾ ഈ ബലൂജ് വിമോചന പോരാളികളുടെ, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ 1 ലക്ഷം ഗറില്ല പോരാളികൾ, ഈ ഗറില്ല പോരാളികൾ ഇവരെ ആര് പരിശീലിപ്പിച്ചു, ഇവരെങ്ങനെയാണ് ഈ ഗറില്ല പോരാട്ടം നമ്മുടെ LTTE ഒക്കെ ചെയ്തതുപോലെ ആ പോരാട്ടം നടത്താനാവശ്യമായ കരുത്ത് ഇവരെങ്ങനെ നേടി, ആയുധങ്ങൾ എവിടുന്ന് കിട്ടി, ഇതൊക്കെ വളരെ ദുരൂഹമാണ്. ഇതിന് കൃത്യമായ ഒരു ഉത്തരം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. ഇരിക്കട്ടെ. പക്ഷേ ഇവർ വളരെ ശക്തമായിട്ട് ഈ 1 ലക്ഷം ഗറില്ല പോരാളികളെ ബലൂചിസ്ഥാനിലെമ്പാടുമായിട്ട് വിന്യസിച്ച് തെരുവുകൾ മുഴുവനും പിടിച്ചെടുത്തു കഴിഞ്ഞു. ഇനി പാക് പട്ടാളത്തിനോ മറ്റേതെങ്കിലും സംവിധാനത്തിനോ അവിടെ കരമാർഗം യാത്ര ചെയ്യാൻ സാധിക്കില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ പാക് വ്യോമസേന അവിടെ ആക്രമണം നടത്തുന്നുണ്ട്, ബോംബിങ് നടത്തുന്നുണ്ട്. പക്ഷെ അത് വിചാരിച്ചതുപോലെ വിജയിക്കുന്നില്ല. അവിടെ സിവിലിയൻസും ഇതിൽ കൊല്ലപ്പെടുന്നുണ്ട്. അതൊരു വാസ്തവമാണ്. നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്തുകൊണ്ട് ഈ ബലൂചിസ്ഥാനിൽ ഈ പോരാട്ടം നടക്കുന്നു. ഞാൻ ആദ്യം അവരെ പോരാളികളെന്നാണ് വിശേഷിപ്പിച്ചത്. കാരണം ഈ ഗാസയിലും മറ്റുമൊക്കെ നടക്കുന്ന വിഷയങ്ങളിൽ ഹമാസുകാർ, ഹൂതികൾ ഒക്കെ പോരാളികളാണ്, അല്ലേ? സത്യത്തിൽ ഇവർ കൊടും ഭീകരന്മാരാണ്. എന്നാൽ ഈ ബലൂചിസ്ഥാനിലേക്ക് വരുമ്പോൾ ബലൂചിസ്ഥാൻ്റെ പോരാട്ടത്തെ നമ്മുടെ ചില മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്നത് ഭീകരാക്രമണം എന്നാണ്. പക്ഷെ ഞാൻ പറയുന്നു, അവർ യഥാർത്ഥത്തിൽ പോരാളികളാണ്. അവർ ബലൂചിസ്ഥാനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ വംശീയതയുടെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല. കാരണം
ഈ ബലൂചിസ്ഥാൻ വലിയ ധാതു സമ്പത്തുള്ള പ്രദേശമാണ്. താങ്കൾ ആദ്യം ഇറാൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇറാനും പാകിസ്ഥാനും തമ്മിൽ വലിയ മച്ചായാണ്. പക്ഷേ ഏത് നിമിഷവും ഇത് തെറ്റാം. ഈ പാകിസ്ഥാനിൽ നിന്നാണ് ഇറാന് ആണവായുധം ലഭിച്ചത്. അതിൻ്റെ കോഡും മറ്റു കാര്യങ്ങളും ഒക്കെ കിട്ടിയത് പാകിസ്ഥാൻ വഴിയാണ്. അമേരിക്ക പാകിസ്ഥാന് കൊടുത്തു, പാകിസ്ഥാൻ അത് ഇറാനും ഉത്തര കൊറിയയ്ക്കും കച്ചവടം അടിച്ചു, കാശ് വാങ്ങിച്ചു. ഏക്യൂബ് ഖാനെ പോലെയുള്ള ആൾക്കാരുടെ നേതൃത്വത്തിൽ നടന്നത് ഇതൊക്കെയാണ്. അതുപോട്ടെ, അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ ബലൂചിസ്ഥാൻ വലിയ രീതിയിൽ ധാതു സമ്പത്തുള്ള ഒരു രാഷ്ട്രമാണ്, ഒരു പ്രദേശമാണ്. പാകിസ്ഥാൻ അമേരിക്കയുടെ നിന്ന് കാശ് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുക, കടം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കടം എങ്ങനെ വീട്ടും? കടം വീട്ടാൻ ഒരു നിവൃത്തിയുമില്ല. പകരം പാകിസ്ഥാൻ്റെ ഒരു അമേരിക്കയുടെ ഒരു ഗുണ്ടയായിട്ട് പാകിസ്ഥാൻ പ്രവർത്തിക്കുകയാണ്. കൊട്ടേഷൻ വർക്കാണ്. അമേരിക്ക പറയുകയാണ് നിങ്ങൾ അത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അത് ചെയ്യും, ഇത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യും, ഇന്നാരെ കൊല്ലാൻ പറഞ്ഞാൽ ആ ആളിനെ കൊല്ലും, ഇന്ന ആളിൻ്റെ കൈവെട്ടാൻ പറഞ്ഞാൽ ആ കൈവെട്ടും. ഇത് തരാതരം പോലെ ചൈനയോടും അനുവർത്തിക്കുന്നുണ്ട് പാകിസ്ഥാൻ. ചൈനയുടെ നിന്നും കാശ് വാങ്ങിച്ചുകൊണ്ട്, ചൈനയുടെ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കൊണ്ട് ചൈനയ്ക്ക് വേണ്ടിയും വിടുപണി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അമേരിക്കയ്ക്ക് അങ്ങനെ വെറുതെ പൈസ കൊടുത്ത് പാകിസ്ഥാനെ സുഖിപ്പിക്കാനൊന്നും അമേരിക്ക തയ്യാറല്ല. അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. അത് അമേരിക്ക എന്നും ഇന്ത്യയെ ചൊറിയാനുള്ള അമേരിക്കയുടെയും യൂറോപ്പിൻ്റെ വിശിഷ്യ ബ്രിട്ടൻ്റെയും ഒരു പദ്ധതിയാണ് ഈ ഇന്ത്യ പാക് അതിർത്തിയിലെ സംഘർഷങ്ങളും ഈ ഭീകരന്മാരുടെ നുഴഞ്ഞുകയറ്റവും ഒക്കെ ആ തരത്തിലുള്ളതാണ്. അപ്പോൾ അതിപ്പോൾ 2014 ശേഷം ആ കച്ചവടം നടക്കുന്നില്ല. കാരണം ഇന്ത്യ വളരെ ശക്തമായ നിലപാടുകളെടുത്ത് ഇങ്ങോട്ട് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് നുള്ളിയ അങ്ങോട്ട് മാന്തിപ്പറിച്ച് വിടുന്ന തരത്തിൽ സർജിക്കൽ സ്ട്രൈക്കുകളും എയർ സ്ട്രൈക്കുകളും ഒക്കെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാന് അങ്ങനെ ഇന്ത്യയെ കയറി ഇപ്പോൾ ചൊറിയാൻ പറ്റുന്നില്ല. മാത്രമല്ല ഇവിടെ സുരക്ഷാ ഏജൻസികൾ വളരെ ശക്തമാണ്, ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. ഇതൊക്കെ ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അമേരിക്കയുടെ നയങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്ക പാകിസ്ഥാനോട് പറയുന്നത് തന്ന കാശ് തിരിച്ചു താ, നമ്മൾ പറയുന്ന പണിയൊന്നും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല, നിങ്ങളവിടെ ആ പ്രദേശത്ത് ഒരു അസ്ഥിരത ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, ശരി ഞങ്ങൾ കാശ് തിരിച്ചു താ. ഇതെവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? ഇവിടെ കീരവിത്ത് പോലും ഇല്ല. അത് മാത്രമല്ല ഈ ബലൂചിസ്ഥാനിലോട്ടാണല്ലോ ചൈന റെഡ് കാർപ്പറ്റ് വിരിച്ചിരിക്കുന്നത്. അവിടെ ഗദ്വർ തുറമുഖത്തേക്ക് പോകണമെങ്കിൽ ഒക്കെ ഇൻഡസ്ട്രിയൽ കോറിഡോർ, അതെ ഇൻഡസ്ട്രിയൽ കോറിഡോറാണ്. അതായത് സിപെക്, ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, അതാണ് അതിൻ്റെ ശരിയായ ഒരു പേര്. അപ്പോൾ ഇതൊന്നും അമേരിക്കയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ അമേരിക്ക പാകിസ്ഥാനെ മുറുക്കുകയാണ്, കാശുതാ തിരിച്ചുതാ. അപ്പോൾ പാകിസ്ഥാന് വേറെ വഴിയില്ല. ഒരു കാര്യം ചെയ്യും, ബലൂചിസ്ഥാനിൽ ഇഷ്ടം പോലെ ധാതു സമ്പത്തുക്കളുണ്ട്, മെറ്റൽസ് ഉണ്ട്, ഇരുമ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട്, കുഴിച്ചെടുത്തോ, നിങ്ങൾ കുഴിച്ചെടുത്തോ. ഈ അമേരിക്കക്കാരൻ ഇങ്ങോട്ട് വരുമ്പോൾ അത് ഇറാനും ഒരു പരിധിവരെ വെല്ലുവിളിയാണ്, പാകിസ്ഥാനും വെല്ലുവിളിയാണ്. ബലൂചിസ്ഥാനികൾക്ക് അവരുടെ പ്രദേശത്തൊന്ന് ആലോചിച്ച് നോക്കൂ, അവരുടെ ഒരു പ്രവിശ്യയിൽ അമേരിക്കക്കാരൻ വന്ന് അവനാണ് അവിടുത്തെ കാര്യക്കാരൻ, അവൻ പറയുന്നത് അനുസരിക്കണം, അവൻ കൊടുക്കുന്ന ശമ്പളം വാങ്ങിക്കണം, അവൻ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കും. ഇത് എത്ര നാൾ സഹിക്കും? അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ഇത് കുറേ വർഷങ്ങളായിട്ട് പാകിസ്ഥാൻ ഇത്തരത്തിൽ ഈ ബലൂചിസ്ഥാനെ ഇങ്ങനെ ആദ്യമൊക്കെ 2005 തൊട്ട് പോരാട്ടം ആരംഭിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബലൂചിസ്ഥാനിൽ നിന്ന് സമ്പത്ത് ഊറ്റിയെടുക്കുന്നു, പകരമൊന്നും കൊടുക്കുന്നില്ല. നല്ല റോഡില്ല, നല്ല റെയിലില്ല, ജനങ്ങൾക്ക് നല്ല സംവിധാനങ്ങളില്ല, ആശുപത്രികളില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, ഒന്നുമില്ല. ഒരു പാഴ് മരുഭൂമിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ബലൂചിസ്ഥാനെ. ഇത് ബലൂജികൾ അവരൊന്നാമതെ ഒരു പ്രത്യേക ഒരു വിഭാഗമാണ്, ഒരു വംശീയ സ്വഭാവമുള്ള ആൾക്കാരാണ്. അവരതുകൊണ്ട് തന്നെ ഈ സിന്ധികളോടും പഞ്ചാബികളോടും, പാക് പഞ്ചാബികളോടും പാക് സിന്ധികളോടും ഒന്നും അവർ ചേരാൻ തയ്യാറല്ല. അവരങ്ങനെയാണ് അവിടെ സായുധ പോരാട്ടം ആരംഭിച്ചത്. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ ഞങ്ങളെ കൊള്ളയടിക്കാൻ നിങ്ങൾ വരണ്ട, ഇവിടുന്ന് ധാതു സമ്പത്ത് എടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് വന്ന് തമിഴ്നാട്ടിലും കേരളത്തിലും നിന്ന് ധാതു സമ്പത്തുകൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുകയും പകരം ഇങ്ങോട്ടൊന്നും തരാതിരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കാണെങ്കിലും വേദനയും വിഷമവും തോന്നില്ലേ? ഇതതുപോലെയാണ് നടക്കുന്നത്. അപ്പോൾ അവർ 2005 മുതൽ ഈ പ്രക്ഷോഭത്തിലാണ്. അതിപ്പോൾ കാണാം, അമേരിക്കയുടെ അടുത്ത് പറഞ്ഞു പാകിസ്ഥാൻ അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ അമേരിക്കയോട് പറഞ്ഞു നിങ്ങളെന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ. അതവർ ഒട്ടും അനുവദിക്കില്ല. അമേരിക്കയല്ല, ഇനി ആരവിടെ വന്നിരുന്നാലും ശരി,
അവിടുത്തെ തദ്ദേശീയരായ ആ പ്രവിശ്യയിലെ ജനങ്ങൾ അതിനെ നഖശിഖാന്തം എതിർക്കും. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ പാകിസ്ഥാനെ മൊത്തത്തിൽ കൈയൊഴിഞ്ഞു കഴിഞ്ഞു. പാകിസ്ഥാൻ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ വേറൊരു വശത്ത്, ഈ ഖൈബർ പഖ്തൂൺഖ്വ എന്ന് പറഞ്ഞ താലിബാനുമായിട്ട് ചേർന്ന് അഫ്ഗാനുമായിട്ട് ചേർന്ന് സ്വാതന്ത്ര്യം വേണമെന്ന് വാദിക്കുന്ന മറ്റൊരു പ്രവിശ്യ വേറൊന്ന്. പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലാണെങ്കിൽ എങ്ങനെയെങ്കിലും അവർക്ക് കാശ്മീരിനോട് ചേർന്നാൽ മതി എന്ന് പറഞ്ഞ് അവിടെ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ. ഇവിടെ എല്ലാം ഇലക്ഷന് ശ്രമിച്ച്, തിരഞ്ഞെടുപ്പിന് ശ്രമിച്ച് പാകിസ്ഥാൻ പരാജയപ്പെട്ടു. ബലൂചിസ്ഥാനിൽ ഇലക്ഷൻ നടത്താൻ ചെന്നു. അങ്ങോട്ട് ചെന്നതിനേക്കാൾ ഇരട്ടി വേഗത്തിലാണ് തിരിച്ചോടിയത്. അങ്ങോട്ട് ചെന്നതിനേക്കാൾ സ്പീഡിൽ മടങ്ങി വരേണ്ടി വന്നു. അപ്പോൾ അവിടെ ജനങ്ങൾ അതൊന്നും അനുവദിക്കുന്നില്ല. പിന്നെ പരസ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനുകൾ അവരെ ആക്രമിച്ച് തകർക്കുന്നത്, റെയിൽവേ സ്റ്റേഷനുകൾ ആക്രമിച്ച് തകർക്കുന്നത്. ഇതൊക്കെ ബലൂചിസ്ഥാനിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഒരു വിധത്തിലും ഈ പാകിസ്ഥാൻ ഗവൺമെൻറ്റിനോട്, പാകിസ്ഥാൻ്റെ നയങ്ങളോട് ചേരാൻ അവർ തയ്യാറല്ല, അവർ ആഗ്രഹിക്കുന്നില്ല. അവർ ശക്തിയുക്തം അതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണിപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ 8 ദിവസമായിട്ട് 26 പാക് ഭടന്മാർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അവരുടെ പോരാട്ട വീര്യം എത്രയുണ്ട്. ഈ കഴിഞ്ഞ 20-21 വർഷങ്ങളായിട്ട് 254 ആക്രമണങ്ങൾ നടത്തുകയും അതിൽ 1100ഓളം സുരക്ഷാ ഭടന്മാരെ, പാക് ഉദ്യോഗസ്ഥരെയൊക്കെ അവർ വധിക്കുകയും ചെയ്തെങ്കിൽ അവരുടെ പോരാട്ടം എത്രത്തോളം രൂക്ഷമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് ഞാൻ ഈ പറയുന്നത് എൻ്റെ കണക്കല്ല, പാക് സർക്കാർ തന്നെ ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ട രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. ഇത് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ പലതിലും ചർച്ചയായിട്ടുണ്ട്. പക്ഷേ എന്തോ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഇത് ചർച്ചയാകുന്നില്ല. അവർക്ക് പാകിസ്ഥാനെ വേദനിപ്പിക്കാൻ ഒട്ടും താല്പര്യമില്ല. അവർക്ക് പാകിസ്ഥാനിലെ കാര്യങ്ങളൊന്നും ഇങ്ങനെ വാർത്തയാക്കാൻ, അത് വാർത്തയാക്കിയാൽ കേരളത്തിലെ പലർക്കും നോവും. കേരളത്തിലെ ചില ആൾക്കാർക്ക് അത് നോവും. അവരെ നോവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ഈ കാര്യം ചർച്ച ചെയ്യാതിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, പാകിസ്ഥാൻ 4 കഷ്ണങ്ങളായിട്ട് പിളർന്നു കഴിഞ്ഞിരിക്കുന്നു. പിളരാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നല്ല, പിളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതിൽ ഗിൽജിത് ബാൾട്ടിസ്ഥാനാണ് ഇന്ത്യയോട് ചേരാൻ ഏറ്റവും ആദ്യം ഞാൻ സാധ്യത കാണുന്നത്. ഒപ്പം ഈ ഖൈബർ പഖ്തൂൺഖ്വ അഫ്ഗാനൊപ്പം പോവും. ഈ ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് മാറും. അവർക്ക് ഇറാനിൽ നിന്ന് സഹായം കിട്ടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈ അമേരിക്ക ഇവിടെ വരുന്നത് ഇറാൻ ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇവിടെ വന്ന അവർ ഈ ബലൂചിസ്ഥാനിലൊരു ബേസൊക്കെ ഉണ്ടാക്കാൻ അമേരിക്കയെ പാകിസ്ഥാൻ വാക്കാൽ അനുവാദം കൊടുത്തു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ ഭയാനകമായ സ്ഥിതിവിശേഷമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഇറാൻ അത് ഒട്ടും തന്നെ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. ഇവർക്ക് ആളും അർത്ഥവും കൊടുത്ത് ഇറാൻ ഈ പോരാട്ടത്തിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്, ചരട് വലിക്കുന്നത് ഇറാനാണോ എന്ന സംശയം അമേരിക്കയ്ക്കുണ്ട്, അത് മറ്റുള്ളവർക്കുമുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഇതെല്ലാം ഇന്ത്യ ചെയ്യുന്നു എന്നാണ്. ഇന്ത്യ അത്തരത്തിലൊരു പ്രവർത്തനത്തിലേക്ക് പോകില്ല എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഇവരുടെ ബലൂചിസ്ഥാൻ്റെ ആവശ്യം നമ്മളടുത്തും വന്നു, ഞങ്ങളെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിക്കണം, നിങ്ങളിവിടെ എംബസി തുറക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളുമായിട്ടും അവർ എഴുത്തുകുത്തുകളൊക്കെ നടത്തി. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് അതിനോട് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മളവിടെ വരട്ടെ, എന്താണ് UN ഒക്കെ പറയട്ടെ, UN-ലൊക്കെ തീരുമാനം വരട്ടെ, UN അംഗീകരിച്ചാൽ നമുക്കത് സ്വീകാര്യമായേക്കും. എനിക്ക് നമ്മുടെ നമ്മുടെ നയതന്ത്രം എങ്ങനെയാണ് ഈ കാര്യത്തിൽ പ്രവർത്തിക്കുക എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല. എല്ലാ വശങ്ങളും ചിന്തിച്ചിട്ടേ ഇന്ത്യ അത്തരത്തിലൊരു തീരുമാനമെടുക്കൂ. UN ഇവരെ അംഗീകരിച്ചാൽ ഒരു പക്ഷേ ഇന്ത്യയും ഇവരെ അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. അല്ലാതെ മറ്റൊരു തരത്തിലും അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. പക്ഷേ ബലൂചിസ്ഥാനിലെ പോരാട്ടം ഈ ബലൂജ് ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത് അതിരൂക്ഷമാണ്. പാകിസ്ഥാൻ വെള്ളം കുടിക്കുകയാണ്. പാക് പട്ടാളക്കാർ ജീവനും കൊണ്ട് അവിടുന്ന് ഓടുകയാണ്. ഇതാണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം.